എൻ്റെ ഒരു തമാശയുണ്ട്. ഈ വണ്ടിയിൽ കയറും. പണ്ട് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോകാൻ വേണ്ടി അമ്മയുടെ ഇവിടെ ബസ്സിൽ കയറും. അപ്പോൾ ഡ്രൈവർ അച്ഛൻ്റെ യൂണിയനാണ്. എല്ലാ ഡ്രൈവർമാരും ഡ്രൈവേഴ്സ് യൂണിയനാണ്. ഒറ്റ യൂണിയനേ ഉള്ളൂ. അച്ഛനാണ് എൻ്റെ പ്രസിഡന്റ്. അപ്പോൾ അവർക്ക് വലിയ സ്നേഹമാണ്. അപ്പോൾ അമ്മയ്ക്ക് അവരെടുത്ത് എനിക്ക് ഡ്രൈവറെ ഇഷ്ടമാണ്. പക്ഷേ അമ്മ ഈ കൈയും തലയൊക്കെ പുറത്തിടും വണ്ടിക്കകത്തിരുന്നുണ്ട്. അപ്പോൾ അമ്മ പറയും കണ്ടക്ടർ വഴക്ക് പറയുന്നത്. സത്യം പറയട്ടെ, മന്ത്രിയായിട്ട് ഇപ്പോഴും കണ്ടക്ടറെ പേടിയാണ്. എനിക്ക് ഒരു ഭയം. കണ്ടക്ടറാണെമ്പോൾ ഒരു പേടിയാണ്. ചില തരത്തിൽ പോലീസ് പറയും. അങ്ങനെയൊക്കെ കുട്ടിക്കാലത്ത് മനസ്സിൽ പതിഞ്ഞു പോയ കണ്ടക്ടർ. പിന്നെ ഞാൻ ആദ്യം മന്ത്രിയായപ്പോൾ കണ്ടക്ടറെ യൂണിഫോം മാറ്റി. കാരണം ഈ കണ്ടക്ടറെ പേടി മാറാൻ വേണ്ടിയിട്ട്. ഇപ്പം തിരിച്ച് വീണ്ടും കാക്കി പെയിന്റിൽ യൂണിഫോമിലേക്ക് പോയി. മുകേഷിന്റെ പണ്ട് ചോദിച്ചു, സിനിമാ നടൻ അല്ലെങ്കിൽ പിന്നെ എന്താണ് ആഗ്രഹം? കണ്ടക്ടർ എന്ന് പറഞ്ഞു. എന്താ കാര്യം വെച്ചപ്പോൾ ഒരു രസമല്ലേ, മുണ്ടി ഒരുമി അങ്ങോട്ട് പോയി ടിക്കറ്റ് കൊടുക്കുക, ഇങ്ങോട്ട് വന്ന് ടിക്കറ്റ്. ചുമ്മാ പറയുന്നത്. അന്ന് കേസില്ലാത്ത ഭാഗ്യം. ഇപ്പോഴല്ലേ ഉള്ളൂ നോക്കിയ കേസ്. ഉടനെയൊന്നും വേണ്ട, നോക്കിയ കേസാ. തിരുവനന്തപുരത്തൂടെ എന്റെ അനുഭവം. തിരുവനന്തപുരത്താണോ വലിയ ദൂരയാത്രയാണോ? അല്ല, ഞാൻ ദൂരയാത്രയൊക്കെ ബസ്സിൽ പോകും. KSRTC ഇഷ്ടം പോലെ പോകുമായിരുന്നു. KSRTC അന്ന് ഈ നമ്മള് ഒരിക്കൽ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴത്തേക്ക് രാത്രി ഈ 12 മണിക്ക് അങ്ങാണ്ട് ആലപ്പുഴയിൽ എവിടെ കൊണ്ട് നിർത്തി ബസ് നിർത്തിയിട്ട് ഈ കാപ്പി കുടിക്കാനായിട്ട് ഇറങ്ങി. ഇപ്പോൾ എക്സ്പ്രസ് ബസ്സാണ്. അപ്പം ഒരു സീറ്റിൽ ഉള്ള ആളിനെ കാണാനില്ല. ഈ കണ്ടക്ടർ കിടന്ന് വിളിയോട് വിളി. ഈ ആൾ വരാൻ പോകില്ലല്ലോ. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു, അയാളില്ലെങ്കിൽ നമുക്ക് പോവാം. എന്തിനാണ് വല്ല വണ്ടി അവിടെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട്. അപ്പം ഇയാളെന്ന് പറയുമ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെ നിന്ന് ഇപ്പുറം സീറ്റ് ഇരുന്നു. അയാളുടെ സംഭവം അയാളുണ്ടായിരുന്നു. അയാൾ ഞാൻ ഇവിടെ നിന്നിട്ട് വന്നു അടിച്ച് കിണ്ടിയായിട്ട് അപ്പുറത്തെ സീറ്റ് കയറിയിരുന്നു. ഇയാൾക്ക് വേണ്ടി 1/2 മണിക്കൂർ ഇരുന്ന് നാട്ടുകാർ മുഴുവൻ അയാളെ തെറി. അയാൾ അറിഞ്ഞില്ല. അയാൾ പിന്നെ തുടങ്ങി. ഒരുപാട് രസകരമായ അനുഭവങ്ങളുണ്ട് KSRTC.